കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ പുതിയ അധ്യായങ്ങൾ എഴുതി ചേർത്തുകൊണ്ടാണ് 15ാം കേരള നിയമസഭ അതിന്റെ പ്രയാണം ആരംഭിച്ചത്. 1977 ശേഷം ആദ്യമായി ഭരണ തുടർച്ച എന്ന ചരിത്ര നേട്ടവുമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരമേറ്റ സഭയായിരുന്നു ഇത്. 2021 മെയ് 24-നായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ 140 അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്തത്. പിണറായി വിജയൻ എന്ന ഞാൻ നിയമസഭയിലെ ഒരു അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നതിനാൽ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് ഞാൻ നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ ഏറ്റെടുക്കുവാൻ പോകുന്ന കർത്തവ്യം ഞാൻ വിശ്വസ്തയോടുകൂടി നിർവഹിക്കുമെന്നും സഗൗരവം പ്രതിജ്ഞ ചെയ്യുന്നു. സ്പീക്കറായി MP രാജേഷും ഡെപ്യൂട്ടി സ്പീക്കറായി ചിറ്റയം ഗോപകുമാറും തിരഞ്ഞെടുക്കപ്പെട്ടു. ശ്രീ MP രാജേഷിനെ നിയമസഭ സ്പീക്കറായി തിരഞ്ഞെടുത്തതായി ഞാൻ പ്രഖ്യാപിക്കുന്നു. പതിനഞ്ചാം കേരള നിയമസഭയുടെ ഡെപ്യൂട്ടി സ്പീക്കറായി തിരഞ്ഞെടുക്കപ്പെടുന്നതിന് മറ്റ് പേരുകളൊന്നും നാമനിർദ്ദേശം ചെയ്യപ്പെട്ടിട്ടില്ല. ആയതിനാൽ ശ്രീ ചിറ്റയം ഗോപകുമാറിനെ 15ാം കേരള നിയമസഭയുടെ ഡെപ്യൂട്ടി സ്പീക്കറായി തിരഞ്ഞെടുത്തതായി ഞാൻ പ്രഖ്യാപിക്കുന്നു. VD സതീശൻ പ്രതിപക്ഷ നേതാവായി സഭയിൽ നിർണായക സാന്നിധ്യമായി. മന്ത്രിസഭാ പുനർസംഘടനയെ തുടർന്ന് സ്പീക്കറായിരുന്ന MP രാജേഷ് മന്ത്രിയായതോടെ 2022 സെപ്റ്റംബർ 12-ന് AN ഷംസീർ സഭയുടെ നാഥനായി. ശ്രീ AN ഷംസീറിനെ നിയമസഭാ സ്പീക്കറായി തിരഞ്ഞെടുത്തതായി ഞാൻ പ്രഖ്യാപിക്കുന്നു. ഡിജിറ്റൈസേഷന്റെ ഭാഗമായി ഈ നിയമസഭാ പദ്ധതിയിലൂടെ സഭാ നടപടികൾ കൂടുതൽ സുതാര്യവും ആധുനികവുമായി മാറി. ഒട്ടേറെ പുതുമകൾ നിറഞ്ഞതായിരുന്നു 15ാം കേരള നിയമസഭ. തിരഞ്ഞെടുക്കപ്പെട്ടവരിൽ 53 പേർ പുതുമുഖങ്ങളായിരുന്നു. 2021 മുതൽ 2026 വരെയുള്ള കാലയളവിൽ ആകെ 204 ദിവസമാണ് സഭ സമ്മേളിച്ചത്. 204 ദിവസങ്ങളിലായി 1192 മണിക്കൂർ 23 മിനിറ്റാണ് ആകെ ചേർന്നത്. 15ാം കേരള നിയമസഭ അതിൻ്റെ കാലാവധി പൂർത്തീകരിക്കുന്നതിലേക്ക് കടക്കുകയാണ്. ഈ കാലയളവിൽ 16 സമ്മേളനങ്ങളായി ആകെ 204 ദിനങ്ങൾ സഭ സമ്മേളനിക്കുകയുണ്ടായി. ജനകീയ പ്രശ്നങ്ങൾ ഏറ്റവും ഭംഗിയായി പ്രതിഫലിപ്പിക്കാൻ കഴിയുന്ന നിലയിൽ വിവിധ വിഷയങ്ങളിൽ കാമ്പുള്ള ചർച്ചകൾ ഈ സഭയിൽ ഉയർന്നു വരികയുണ്ടായി. ഈ കാലയളവിൽ 69,086 നോട്ടീസുകൾ ചോദ്യമായി അംഗീകരിക്കപ്പെട്ടു. അതിൽ 5160 ചോദ്യങ്ങൾ നക്ഷത്ര ചിഹ്നമിട്ടവയുടെ ലിസ്റ്റിലും 62,882 നക്ഷത്ര ചിഹ്നമിടാത്ത ചോദ്യങ്ങളുടെ ലിസ്റ്റിലും ഉൾപ്പെടുത്തി ആകെ 67,832 ചോദ്യങ്ങളാണ് അച്ചടിച്ചത്. നിയമനിർമ്മാണത്തിനായി 270 മണിക്കൂർ 39 മിനിറ്റും ധനകാര്യത്തിനായി 279 മണിക്കൂർ 55 മിനിറ്റും വിനിയോഗിച്ചു. കുറഞ്ഞ ദിവസങ്ങൾ മാത്രമാണ് സമ്മേളിച്ചതെങ്കിലും കൂടുതൽ പ്രവൃത്തി സമയം ഉപയോഗിച്ചുകൊണ്ട് നിയമനിർമ്മാണത്തിൽ സഭ വേഗത കാട്ടി. ഒരു ദിവസം ശരാശരി 6 മണിക്കൂറും സഭ ചേരാൻ കഴിഞ്ഞു എന്നത് എടുത്തു പറയേണ്ടതാണ്. നിയമനിർമ്മാണത്തിനായി 270 മണിക്കൂർ 39 മിനിറ്റ്, ധനകാര്യത്തിനായി 279 മണിക്കൂർ 55 മിനിറ്റ് ഈ കാലം വിനിയോഗിക്കുകയുണ്ടായി. സംസ്ഥാനത്തിന്റെ പേര് കേരളം എന്നാക്കി മാറ്റുന്നതുൾപ്പെടെയുള്ള ചരിത്രപരമായ പ്രമേയങ്ങൾ ഈ സഭ ഐകകണ്ഠേന പാസാക്കി. സമ്മേളന ദിവസങ്ങളുടെ അടിസ്ഥാനത്തിൽ ആനുപാതികമായി ഏറ്റവും കൂടുതൽ ബില്ലുകൾ പാസാക്കിയതും ഈ സഭാ കാലയളവിലാണ്. ആകെ പ്രസിദ്ധീകരിച്ച
195 ഗവൺമെന്റ് ബില്ലുകളിൽ 168 ബില്ലുകളും പാസാക്കി. സമ്മേളന ദിവസങ്ങളുടെ അടിസ്ഥാനത്തിൽ ആനുപാതികമായി ഏറ്റവും കൂടുതൽ നിയമങ്ങൾ പാസാക്കിയത് 15ാം കേരള നിയമസഭയാണെന്ന് തികച്ചും അഭിമാനാർഹമായ നേട്ടമാണ്. കൂടാതെ ഈ സഭയുടെ കാലത്ത് പ്രസിദ്ധീകരിച്ച ആകെ 195 ഗവൺമെന്റ് ബില്ലുകളിൽ 168 ബില്ലുകൾ പാസാക്കാനും മറ്റുള്ളവ നിയമപരമായി ഒഴിവാക്കാനും സാധിച്ചെന്ന അപൂർവ നേട്ടവും എടുത്തു പറയേണ്ടതാണ്. വിവാദങ്ങളും വാദപ്രതിവാദങ്ങളും സഭയെ സജീവമാക്കി. റൂൾ 50 പ്രകാരം സഭ നിർത്തിവെക്കണമെന്ന ഉപക്ഷേപത്തിന്മേൽ ചർച്ച നടക്കുന്നത് സഭാ സമ്മേളനങ്ങളിൽ അപൂർവമായിരുന്നെങ്കിൽ 18 നോട്ടീസുകളിൽ ചർച്ച നടത്തി ഈ കാലയളവ് ശ്രദ്ധേയമായി. സഭാ നടപടികൾ നിർത്തിവെക്കണമെന്നാവശ്യപ്പെടുന്ന ചട്ടം 50 അനുസരിച്ചുള്ള 18 വ്യത്യസ്ത പ്രമേയങ്ങൾ സഭ ചർച്ച ചെയ്യുകയുണ്ടായി. ഒന്നാം കേരള നിയമസഭ മുതൽ നാളുകളുടെ ചരിത്രത്തിൽ ചട്ടം 50 അനുസരിച്ചുള്ള 48 നോട്ടീസുകളാണ് സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്തിട്ടുള്ളത്. അതിൽ പകുതിയും 24 എണ്ണം 15 കേരള നിയമസഭയുടെ കാലത്താണെന്ന് എടുത്തു പറയേണ്ടതാണ്. സ്ത്രീ പ്രാതിനിധ്യത്തിലും സഭ പ്രത്യേകത പുലർത്തി. 7-16 സമ്മേളനങ്ങളിൽ സഭ നിയന്ത്രിക്കുന്ന ചെയർപേഴ്സൺമാരുടെ പാനലിൽ വനിതകളെ മാത്രം ഉൾപ്പെടുത്തി കേരള നിയമസഭ മാതൃകയായി. നിയമസഭാ ചരിത്രത്തിലെ ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ നയപ്രഖ്യാപന പ്രസംഗം നടന്നതും ഈ സഭാ കാലയളവിലാണ്. 2024 ജനുവരി 25 അന്നത്തെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ആദ്യത്തെയും അവസാനത്തെയും ഖണ്ഡിക മാത്രം വായിച്ച് നയപ്രഖ്യാപന പ്രസംഗം 1.5 മിനിറ്റ് കൊണ്ടാണ് അവസാനിപ്പിച്ചത്. ആരിഫ് മുഹമ്മദ് ഖാൻ 4 പ്രാവശ്യവും നിലവിലെ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ 2 പ്രാവശ്യവും 15ാം കേരള നിയമസഭയെ അഭിസംബോധന ചെയ്ത് നയപ്രഖ്യാപന പ്രസംഗം നടത്തി. 15ാം കേരള നിയമസഭ തുടങ്ങിയപ്പോഴുണ്ടായിരുന്ന അംഗങ്ങളിൽ 9 പേർ സഭ അവസാനിക്കുമ്പോൾ സഭയിലില്ലായിരുന്നു. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, P.T. തോമസ്, വാഴൂർ സോമൻ, കാനത്തിൽ ജമീല എന്നിവരുടെ വിയോഗമാണ് അസാന്നിധ്യത്തിന് കാരണമായത്. ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടതിനെ തുടർന്ന് മന്ത്രിയായിരുന്ന കെ രാധാകൃഷ്ണനും അംഗമായിരുന്ന ഷാഫി പറമ്പിലും രാജിവെച്ചു. തൃണമൂൽ കോൺഗ്രസിൽ അംഗത്വമെടുത്തതിന് പിന്നാലെ PV അൻവറും രാജിവെച്ചു. കോടതി വിധിയെ തുടർന്ന് ആന്റണി രാജു അയോഗ്യനാക്കപ്പെട്ടു. പൊതു തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് തൊട്ടുമുൻപ് CC മുകുന്ദനും സഭാംഗത്വം രാജിവെച്ചു. 16ാം കേരള നിയമസഭയിലേക്കുള്ള തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുമ്പോൾ പീരുമേട്, കൊയിലാണ്ടി, തിരുവനന്തപുരം, നാട്ടിക എന്നീ സീറ്റുകൾ ഒഴിഞ്ഞുകിടന്നു. ജനാധിപത്യത്തിന്റെ ഉന്നതമായ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചു ജനകീയ വിഷയങ്ങളിൽ ക്രിയാത്മകമായ ഇടപെടലുകൾ നടത്തിയും കേരളത്തിന്റെ വികസന സ്വപ്നങ്ങൾക്ക് കരുത്തു പകർന്നുമാണ് 15ാം നിയമസഭ അതിന്റെ കാലാവധി പൂർത്തിയാക്കുന്നത്.